ഇതിനാണ് നീ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? സ്പെഷ്യൽ ക്ലാസ് അല്ലേ? ആറിയത് ശ്രീറ, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണ് കല്യാണം കഴിക്കും. വേറെ എന്തെങ്കിലും അറിയണോ? ഒരെണ്ണം തന്നോണ്ടല്ലോ. ഐശു, നമ്മൾ പ്രായപൂർത്തിയായനല്ല. പ്രേമിക്കുന്ന ബാക്കി വന്നിരിക്കുന്നത് തെറ്റൊന്നുമല്ല. ഒരുപാട് ഡയലോഗ് നിന്റെ തലയെടുത്ത് കണ്ടെടുത്ത് കിടന്ന് നിരങ്ങിട്ട് പോയി വായെടുത്തോണ്ട് പാടി. നീ ധൈര്യമായിട്ട് പോകും. ഇനിയിപ്പോ ഞാൻ വേണ്ടല്ലോ, അളിയിൽ നിന്നെ കൊണ്ടാക്കുമല്ലോ. പാടിക്കോട്ട് എന്ത് വന്നാലും ഞാൻ ഉണ്ട് കൂടെ. അതിനിപ്പോ എന്ത് കുഴപ്പം? അണ്ണന്മാരൊക്കെ കട്ടയ്ക്ക് കൂടെ ഉണ്ട്. പിന്നെ 3 ദിവസം മുമ്പ് നിനക്ക് 18 വയസ്സായല്ല. പിന്നെ ഒരു സീനുമില്ല. ആ ശരി ശരി. ആ പിന്നെ ഇന്നെൻ്റെ ചേട്ടൻ്റെ മുന്നേ നിന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ഞാൻ അവരെ ഞെട്ടിപ്പോയി. എന്നെ കെട്ടോ നിനക്ക്? ഇതൊക്കെ എന്ത്? നീ ഇനി കാണാൻ കിടക്കണല്ലേ ഉള്ളൂ. നീ എന്ത് തെണ്ടിത്തനോടായി കാണിച്ചേ? എന്ത് കല്യാണം കഴിക്കുന്ന അത്ര വലിയ തെറ്റാണോ? അല്ലടാ, ജോലിയില്ല, കൂലിയില്ല, കുടുംബം എന്താണെന്ന് നിനക്ക് അറിയാമോ? നീ കല്യാണം കഴിക്കുന്ന വലിയ കാര്യമാണല്ലോ. മക്കളെ കൊണ്ട് വാ. നീ ഇനി അവനെ ഒന്നും പറയാൻ നിൽക്കേണ്ട. അവൻ താലി കെട്ടി കൊണ്ടത് പെണ്ണാണ് അവള്. സ്വന്തം വീട്ടിൽ കയറാൻ അനുവാദം നോക്കി എത്ര നേരം വിളിക്കണം? ഏതാ സ്വന്തം വീട്? ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ വീട്. ഇവിടെ എന്റെ ചെലവിന് കഴിയണ വേറെ ഒരുത്തം മാത്രമാണ് നീ. ചെറിയ സെറ്റപ്പ് അങ്ങനെ ഫ്ലാറ്റ് ഒന്നും കിട്ടൂല. ഒരു 10,000 രൂപ റെന്റിനും ഒരു 30,000 രൂപ അഡ്വാൻസിനാണെങ്കിൽ ഒരു വീട് കിടപ്പുണ്ട്. ഞാനാണെങ്കിൽ പറഞ്ഞ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അതൊക്കെ. എന്തായി? കുറേ പേരോട് ചോദിച്ചിട്ട് ഞാൻ ഒരു 6,000 രൂപ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആര്യേച്ചി ഒരു മാലയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസിന്റെ സെറ്റായി. ഞാൻ ശ്യാമിനെ ഒന്ന് വിളിച്ച് പറയട്ടെ. നീ വിശക്കുന്ന, നീ എണീക്കുന്നില്ലേ? എടാ എനിക്ക് വിശക്കുന്നന്നെ. ഞാൻ അടുക്കളയിൽ പോയി വല്ലതും ഉണ്ടാക്കും. എന്തുണ്ടാക്കാൻ? ഇവിടെ അടുക്കള മാത്രമേ ഉള്ളൂ, ഗ്യാസും പാത്രമൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എനിക്കൊന്നും ഉണ്ടാക്കാനും അറിഞ്ഞുകൂടാ. ഇതിൽ പൈസ വല്ലതും ഉണ്ടെങ്കിൽ താ. എൻ്റെ ഉള്ളതെല്ലാം അഡ്വാൻസ് കൊടുത്ത് തീർന്നു. എൻ്റെ കയ്യിലും ഒന്നുമില്ല. അളിയ ഒരു 40 രൂപ ഇടാവോ? അളിയ ഒരു 100 രൂപ അയക്കൂ. ഇന്നിങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ജീവിക്കാനാണോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നീ പറഞ്ഞത്? നിനക്ക് എന്തെങ്കിലും ഫുഡ് ഡെലിവറി ജോലിയെങ്കിലും നോക്കിക്കൂടെ? എത്ര കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നേ? ഞാനും എന്റേതായുള്ള രീതിക്ക് എന്തെങ്കിലും ജോലി നോക്കാം. നല്ല കാര്യം. നീ എന്തെങ്കിലും ചെയ്യും. ഐഷു, ആ ചേച്ചി, നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? അല്ല, അവ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? അവനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഐഷു, നിനക്ക് സാലറി വന്നോ? ഞാൻ വന്നിട്ട് എന്തിന്? താ. എടാ, നീ നിന്നെ കുറിച്ചല്ലാതെ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ കൂടെ ഇറങ്ങി വന്ന ഒറ്റ കാരണം കൊണ്ട് എന്റെ വീട്ടുകാർ ഇതുവരെ എന്നോട് മിണ്ടിയിട്ടില്ല. പിന്നെ ഞാൻ തലറങ്ങി വീണത് പ്രഗ്നന്റ് ആയതുകൊണ്ടല്ല, വിശന്നിട്ടാ, ഒന്നും കഴിക്കാത്തോണ്ടാ. അക്കൗണ്ടിൽ വരുന്നേക്ക് നീ ഊറ്റിയെടുത്ത് വിടുന്ന, പിന്നെ ഞാൻ എങ്ങനെ കഴിക്കാനാ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറയുമ്പോഴെങ്കിലും നീ ജോലിക്ക് പോകുമെന്ന് വിചാരിച്ച്. എവിടെ നിന്ന്